ഇന്ന് രാവിലെയാണ് ആലപ്പുഴ പുന്നപ്രയിൽ ഒരു രസകരമായ ഒരു അപകടം എന്ന് പറയുമ്പോൾ സാധാരണ വേദനിപ്പിക്കുന്നതാണെങ്കിലും പുന്നപ്രയിലുണ്ടായ അപകടത്തിലൊരു വ്യത്യസ്തത അല്ലെങ്കിൽ ഒരു കൗതുകം എന്ന് പറയുന്നത് ഈ അപകടം നടന്ന ശേഷം ഒരു കാൽനട യാത്രക്കാരനെ ബൈക്കിടിക്കുന്നതായിരുന്നു അപകടം. ഈ അപകടശേഷം ഈ ബൈക്കുമായി ഈ പരിക്കേറ്റ കാൽനട യാത്രക്കാരൻ കടന്നു കളഞ്ഞു എന്നുള്ളത്. അതായത് ബൈക്കുടമ നോക്കി നിൽക്കെ അദ്ദേഹത്തിന്റെ ബൈക്കും മൊബൈൽ ഫോണും ചെരുപ്പും ഉൾപ്പെടെ ഈ കാൽനട യാത്രക്കാരനെ എടുത്ത് അവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്നുള്ളതാണ്. രാവിലെ ഒരു 5:30-5:30 സംഭവം നടക്കുന്നത്. നമുക്കൊപ്പം ഈ ബൈക്കിന്റെ ഉടമ സജി ചേട്ടൻ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, എന്താ രാവിലെ സംഭവിച്ചത്? രാവിലെ ഞാൻ ഒരു 4 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. ഞാൻ പുന്നപ്ര ജംഗ്ഷനിൽ വന്നപ്പോഴത്തേക്ക് 5:10 അപ്പോൾ എതിരെ വണ്ടി വന്ന കാരണം ഞാൻ വണ്ടി കണ്ണിൽ ഇത് ഇരുട്ടടിച്ചപ്പോൾ ഇദ്ദേഹം നടന്നു പോകുന്ന കണ്ടല്ലേ, ഇദ്ദേഹത്തിന്റെ പുറകെ വന്ന് വണ്ടി ഇടിച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടുപേരും മറിഞ്ഞു വീണ്. ഞങ്ങൾ രണ്ടുപേരും എണ്ണിച്ചതിന് ശേഷം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാം, അതല്ല നിങ്ങൾക്ക് എന്താ ആവശ്യമെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു എന്റെ സാധനം നോക്കട്ടെ, എന്റെ മൊബൈലോ വെള്ളത്തിൽ തെറിച്ച് വീണാണോ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഇത്ര ഞാൻ ആ വെള്ളത്തിലിറങ്ങി മൊബൈൽ നോക്കുന്ന അവസരത്തിൽ ഇദ്ദേഹം വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എന്റെ ചെരുപ്പും മൊബൈലും ഹെൽമെറ്റും ഉൾപ്പെടെ അതുകൊണ്ട് ഇദ്ദേഹം കടന്നു കളഞ്ഞു. ചെരുപ്പ് ഉൾപ്പെടെ എടുത്തിട്ടാണ് അദ്ദേഹം പോയത്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ തന്നെ വിളിച്ചു പറഞ്ഞു ഒരു മൊബൈൽ പോയതിന്റെ ഒരു പരാതി നൽകണമെന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ ഡ്യൂട്ടിയിലായിരുന്നു. അവിടുന്ന് ഞാൻ പരാതി എഴുതി സ്റ്റേഷനിൽ വന്നതിന് ശേഷം ഞാൻ ഇവിടുന്ന് മെഡിക്കൽ കോളേജിന്റെ പരിസരം ഒന്ന് ചെക്ക് ചെയ്യാമെന്നും പറഞ്ഞ് ഞാനും എന്റെ കേരള ബാങ്കിന്റെ സ്റ്റാഫ് ഉണ്ടായിരുന്നു 3 പേര്. അവരുമായിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ മൊത്തം സെർച്ച് ചെയ്ത് ചെല്ലുമ്പോഴത്തേക്ക് മെഡിക്കൽ കോളേജ് അത്യാഹിതത്തിന്റെ പടിഞ്ഞാറ് വശത്ത് ഉള്ളിലോട്ട് കയറ്റി വണ്ടി വെച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തു. പോലീസുകാർ വന്നതിന് ശേഷം അവർ പറഞ്ഞു നിങ്ങൾ ദൂരം മാറി നില്ല്, അവൻ കറങ്ങി വരുമെന്ന് പറഞ്ഞു. അവൻ ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ദൂരം മാറി നിൽക്കുമ്പോൾ ഇദ്ദേഹം ചാവിയായിട്ട് വന്ന് വണ്ടിയുടെ 4 വശവും ഒന്ന് നോക്കി, ആരെങ്കിലും വീക്ഷിക്കുന്നുണ്ടോ നോക്കിയതിന് ശേഷം വണ്ടി താക്കോല ഇടാൻ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ അദ്ദേഹത്തെ പിടികൂടി. എന്തിനാണ് ഈ മോഷണം നടത്തിയതെന്ന് അദ്ദേഹം ആറന്മുളക്കാരനാണ്. പുള്ളിയുടെ കയ്യിൽ ക്യാഷില്ല. കുറേ നാളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇദ്ദേഹം എന്തോ ഉദ്ദേശത്തിലാണ് വണ്ടാനത്തുനിന്ന് നടന്നാണ് ഇദ്ദേഹം പോകുന്നത്. ഇവിടം വരെ പോകേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്. ചേട്ടൻ പറയുന്ന പോലെ ഇന്ന് രാവിലെ ഒരു 5:10 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ബൈക്ക് എടുത്ത് പോയിട്ടുള്ളത് ആറന്മുളക്കാരനായ മുരളീകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇത്തരത്തിൽ ഈ അപകടശേഷം തിരുവല്ലയിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് ഈ ബൈക്കുമായി പോയത്. പിന്നീട് വീണ്ടും വണ്ടാനം മെഡിക്കൽ കോളേജിൽ വന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ചികിത്സയിലുണ്ട്. ഭാര്യയുമായി എന്തോ തർക്കമുണ്ടായതിനെ തുടർന്ന് അദ്ദേഹം ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുകയും പിന്നീട് തിരുവല്ലയിലെ വീട്ടിൽ പോയി വീണ്ടും തിരിച്ച് ഈ വണ്ടാനത്തേക്ക് വരികയാണ് ഉണ്ടായതെന്നുള്ളതാണ് എന്തായാലും പോലീസും പറയുന്നത്. എന്തായാലും മണിക്കൂറുകൾക്കകം തന്നെ ഈ വാഹനവും ഒപ്പം ഈ മോഷ്ടാവിനെയും പിടികൂടാൻ കഴിഞ്ഞ ഒരു സന്തോഷത്തിലാണ് ഈ സഹിച്ചേട്ടനുമുള്ളത്. അപ്പം പുന്നപ്ര പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത്. CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് എന്തായാലും പ്രതിയിലേക്ക് എത്തിയത്. ഒപ്പം ഈ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ഈ പ്രതിയുടെ കയ്യിലായിരുന്നു. അങ്ങനെ മൊബൈൽ ഫോൺ ഓണാക്കിയതുൾപ്പെടെ ഇയാളെ കണ്ടെത്താൻ പോലീസിനും സഹായകരമായിട്ടുണ്ട്. റിപ്പോർട്ടർ ശരത് SSN, റിപ്പോർട്ടർ ആലപ്പുഴ.